ക്രിസ്ത്യൻ എന്ന് പറഞ്ഞവര് ഇന്ന് നമ്മള് ലേഖനഭാഗത്തിൽ വായിച്ചിട്ട് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലുള്ള വായനയാണ്. ഇതിൽ നമ്മൾ പഴയ നിയമത്തിലെ ഒരു വചനഭാഗം നമ്മൾ ഓർത്തെടുക്കുകയാണ്, വായിച്ചെടുക്കുകയാണ്. ഇവിടെ പറയുകയാണ്, പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ഒരു സൂചന ഇവിടെ നൽകുകയാണ്. ഇത് പറയുകയാണ്, ഇസ്രായേൽ കുടുംബവുമായിട്ട് ഞാൻ ചെയ്യുന്ന പുതിയ ഉടമ്പടി ഇതാണത്. ഇവിടെ പറയുകയാണ്, ഞാനും അവരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും അല്ലെ. എന്നിട്ട് പറയുകയാണ്, ചെറിയവൻ മുതൽ വലിയവർ വരെ ആരും കർത്താവിനെ അറിയുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുമായിട്ടും ഞാൻ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും. അവരുടെ അനീതി ഞാൻ ഓർക്കുകയില്ല, അവരുടെ പാപങ്ങൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഇതാണ് പുതിയ ഉടമ്പടിയായിട്ട് അറിയപ്പെടുന്നത്. നമ്മളൊരെ ഇന്നത്തെ ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ പുതിയ ഉടമ്പടിയെ നമ്മൾ ഓർക്കുകയും ഇതിനെങ്ങനെ നവീകരിക്കുകയും ചെയ്യണം. എന്താണത്? ദൈവത്തിന്റെ കരുണയുടെ ഒരു ഉടമ്പടിയാണ് അല്ലെ. ദൈവവുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന വലിയൊരു ആനുകൂല്യമാണത് അല്ലെ. ദൈവം എനിക്ക് ഒരു കരുണയുടെ വലിയൊരു ആനുകൂല്യം നൽകുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങള് ചിലതെല്ലാം ദൈവം അത് കണ്ടില്ല എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അതിന് നേരെ ദൈവം കരുണയുള്ളവനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എനിക്ക് നൽകുന്ന വലിയൊരു കരുണയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ഒരു ആനുകൂല്യമാണ് ഈ പുതിയ ഉടമ്പടിയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത്. നമ്മൾ ഇന്നത്തെ ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഈ കരുണയുടെ ഉടമ്പടിയുടെ ഭാഗമാകാനായിട്ട് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്